നമസ്കാരം. ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ ആധിപത്യം സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കാണ്. ചിലർ സ്വന്തമായി വാഹനങ്ങൾ നിർമ്മിച്ച് വിൽക്കുമ്പോൾ ചിലർ വിദേശ കമ്പനികളുമായി കൈകോർക്കാറുണ്ട്. അത്തരത്തിൽ വിദേശത്ത് നിന്ന് ഇലക്ട്രിക് ടു വീലറുകൾ ഇന്ത്യയിൽ എത്തിക്കുന്ന കമ്പനിയാണ് മോട്ടോ ഹൗസ്. കമ്പനി അടുത്തിടെയാണ് VLF ടെന്നീസ് എന്ന പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. ഈ ഒരു ഇറ്റാലിയൻ വാഹനത്തിന് ഇന്ത്യക്കാർ മികച്ച സ്വീകരണമാണ് നൽകുന്നത് എന്ന് ബുക്കിംഗ് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ VLF ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബുക്കിംഗ് കണക്കുകളും വിലയും മറ്റ് സവിശേഷതകളും വിശദമായി ഈ ഒരു വീഡിയോയുമായി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നവംബർ അവസാനം പ്രമുഖരായ ഓല ഇലക്ട്രിക്സ്, ഏതർ എനർജി, TVS, ബജാജ്, ചേതക് എന്നിവയ്ക്കൊക്കെ എതിരാളിയായി മോട്ടോ ഹൗസ് പുതിയ VLF ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയത്. മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള EV സ്റ്റാർട്ടപ്പായ മോട്ടോ ഹൗസ് ഇറ്റലിയിൽ നിന്നാണ് VLF കമ്പനിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇറ്റാലിയൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന ബ്രാൻഡായ വെലോസിഫെറോ ആണ് VLF എന്ന് അറിയപ്പെടുന്നത്. ഇവർക്കൊപ്പം ഓസ്ട്രിയയിൽ നിന്നുള്ള ബ്രിക്സ്റ്റൺ മോട്ടോർസൈക്കിൾസിന്റെ ഇലക്ട്രിക് ബൈക്കുകളും മോട്ടോ ഹൗസ് ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. അടുത്തിടെ ഗോവയിൽ നടന്ന ഇന്ത്യ ബൈക്ക് വീക്ക് 2024 എക്സിബിഷനിൽ മോട്ടോ ഹൗസ് VLF ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറും ബ്രിക്സ്റ്റൺ ഇലക്ട്രിക് ബൈക്കുകളും പ്രദർശിപ്പിച്ചിരുന്നു. ഇന്ത്യ ബൈക്ക് വീക്കിന്റെ ഔദ്യോഗിക പങ്കാളികളിൽ ഒരാളാണ് മോട്ടോ ഹൗസ്. ഈ പരിപാടിയിലൂടെ VLF ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറിനെ സംബന്ധിച്ച് വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ അവസാനമാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബുക്കിംഗ് ആരംഭിച്ചത്. അന്നു മുതൽ ഇന്നുവരെ VLF ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറിന് 300-ലധികം ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട്. മോട്ടോ ഹൗസ് പോലുള്ള ഒരു EV സ്റ്റാർട്ടപ്പിന് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. VLF ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില വരുന്നത് 1,30,000 രൂപയാണ്. ഇത് എക്സ്-ഷോറൂം വിലയാണ്. ഈ ഒരു സ്കൂട്ടറിൽ 1500 വാട്ട് ഹബ് മോട്ടോറും 2.5 kWh ബാറ്ററി പാക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ഫുൾ ചാർജിൽ പരമാവധി 130 കിലോമീറ്റർ വരെ റേഞ്ച് ഇതിന് അവകാശപ്പെടാൻ സാധിക്കും. VLF ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ 65 കിലോമീറ്റർ ആണ്. 720 വാട്ട് ചാർജർ ഉപയോഗിച്ച് ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാൻ ഏകദേശം 3 മണിക്കൂർ മതിയാകും. ഇലക്ട്രിക് സ്കൂട്ടർ ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും പിന്നിൽ ഒരൊറ്റ ഷോക്കും നൽകുന്നുണ്ട്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത്. ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറിന് 88 കിലോഗ്രാം ഭാരമേ ഉള്ളൂ എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് കൺസോളിലുള്ള 5-inch TFT ഡിസ്പ്ലേ, ഫുൾ LED ലൈറ്റിംഗ്, 140 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, 780 mm സീറ്റ് ഉയരം എന്നിവയൊക്കെയാണ് മറ്റ് ശ്രദ്ധേയമായ കാര്യങ്ങൾ. ഇറ്റാലിയൻ ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിലും VLF ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടർ ഭാഗികമായി ഇറക്കുമതി ചെയ്ത ഇന്ത്യയിൽ വെച്ച് തന്നെ അസംബിൾ ചെയ്താണ് മോട്ടോ ഹൗസ് പദ്ധതിയിടുന്നത്. മഹാരാഷ്ട്രയിലെ കൊലാപൂരിലാണ് മോട്ടോ ഹൗസിന്റെ പ്ലാന്റ് ഉള്ളത്. സ്കൂട്ടറിന്റെ വില 1,30,000 രൂപയായതിനാൽ തന്നെ ഇന്ത്യക്കാർ ഇത് എങ്ങനെ സ്വീകരിക്കുമെന്ന സംശയമുണ്ടായിരുന്നു. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് 300-ലധികം ബുക്കിംഗ് ലഭിച്ചതോടെ ഈ ഒരു സ്കൂട്ടർ ഇന്ത്യക്കാർ സ്വീകരിച്ചു തുടങ്ങി എന്ന് പറയേണ്ടിയിരിക്കുന്നു.